വെൽക്കം ടു കെൻറ്റില ഫിസിക്സ് അക്കാഡമി. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് ഫിസിക്സ് ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നതിലെ ഓപ്പറേഷണൽ ആംപ്ലിഫയറുമായി ബന്ധപ്പെട്ട് വരുന്ന അടുത്തൊരു വീഡിയോ ക്ലാസ്സാണ്. ആർക്കെങ്കിലും ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ +91 79 94 97 14 19 എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. ക്രാഷ് കോഴ്സിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 1K റുപ്പീസാണ്. മെയിൻ കോഴ്സിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 10K റുപ്പീസ് ആയിരിക്കും. ക്വസ്റ്റ്യൻ നോക്കാം. An operational amplifier has a slew rate of 5 volt per microsecond. The largest sine wave output voltage possible at a frequency of 1 megahertz is dash എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻ എ 10 pi volts, ഓപ്ഷൻ ബി 5 volts, ഓപ്ഷൻ സി 5/pi volts, ഓപ്ഷൻ ഡി 5/2 pi വോൾട്ട് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, ഒരു ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്ന് പറയുമ്പോൾ അതിൻ്റെ വോൾട്ടേജ് കാണാനായിട്ടുള്ള നമ്മുടെ ഫോർമുല ആസ് യൂഷ്വൽ എ സിയുടെ കേസിൽ പറഞ്ഞ പോലെ തന്നെ V ഈസ് ഈക്വൽ ടു V0 സൈൻ ഒമേഗ ടി ആണല്ലേ. V0 എന്ന് പറയുമ്പോൾ എന്താണ്? പീക്ക് വോൾട്ടേജ് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് വോൾട്ടേജ് ആണെന്ന് പറയാം. ഒമേഗ എന്ന് പറയുമ്പോൾ എന്താണ്? 2πf അല്ലെങ്കിൽ 2π/t ആണെന്ന് പറയാം. സ്മോൾ ടി എന്ന് പറയുകയാണെങ്കിൽ ഇൻസ്റ്റൻറ്റേനിയസ് ടൈം ആണ് എന്നുള്ളതും നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ. സോ നമുക്കിതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് കണ്ടത്? നമുക്ക് കാണാൻ പറയുന്നത് സ്ലീവ് റേറ്റ് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഈ തന്നിട്ടുള്ള ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു ടൈം വെച്ചുകൊണ്ട് ഡിഫറൻസിയേഷൻ നടത്തുക. അപ്പോൾ എന്തായിട്ട് മാറും? d/dt ഓഫ് V ഈസ് ഈക്വൽ ടു d/dt ഓഫ് V0 സൈൻ ഒമേഗ ടി ആയിട്ട് മാറും. ഡിഫറൻസിയേഷൻ നടത്തി കഴിയുമ്പോൾ എന്തായിട്ട് മാറും? V0 ഒമേഗ കോസ് ഒമേഗ ടി എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് നമ്മുടെ എക്സ്പ്രഷൻ എന്ത് ചെയ്യുന്നു? ചേഞ്ച് ചെയ്യപ്പെടുകയാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ലാർജസ്റ്റ് സൈൻ വേവ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ തന്നിട്ടുള്ളതിൻ്റെ ലാർജസ്റ്റ് എടുക്കണം. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് dV/dt ഓഫ് മാക്സിമം ആണ് നമ്മളിവിടെ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇവിടെയും എന്താണ് വരിക? V0 ഒമേഗ കോസ് ഒമേഗ ടി മാക്സ്. അപ്പോൾ V0 ഒമേഗ കോസ് ഒമേഗ ടി മാക്സിമം ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഈ കോസ് ഒമേഗ ടി എന്ന് പറയുന്ന വാല്യൂ എന്തായിട്ട് മാറണം? 1 ആയിട്ട് മാറണം. കോസ് ഒമേഗ ടി 1 ആകണമെന്നുണ്ടെങ്കിൽ ഒമേഗ ടി എന്ന് പറഞ്ഞ വാല്യൂ എത്രയായിട്ട് മാറണം? 0 ആയിട്ട് മാറണം. അപ്പോൾ ഒമേഗ ടി ഈക്വൽ ടു 0 ആണെങ്കിൽ കോസ് ഒമേഗ ടി കോസ് 0 ആയിട്ട് മാറും. കോസ് 0 എന്ന് പറയുമ്പോൾ 1 ആയിട്ട് മാറും. ഓക്കെ, സോ ആ ഒരു സിറ്റുവേഷനിൽ നമുക്കിവിടെ എന്താണ് വരിക? d/dt ഓഫ് V മാക്സ് ഈസ് ഈക്വൽ ടു V0 ഒമേഗ എന്നായിട്ട് നമ്മുടെ എക്സ്പ്രഷൻ എന്ത് ചെയ്യുന്നു? ചേഞ്ച് ചെയ്യപ്പെടുകയാണ് ഉണ്ടാക്കുന്നത്. നമുക്കിവിടെ കണ്ടെത്തേണ്ടത് എന്താണ്? ഈ വാല്യൂ ആണ് ഇവിടെ കണ്ടെത്തേണ്ടത് അല്ലേ. അപ്പോൾ V0 ഈക്വൽ ടു അപ്പോൾ എന്ത് വരും? d/dt ഓഫ് V മാക്സ് ഇൻറ്റു എന്ത് വരും? 1/ഒമേഗ എന്നായിട്ട് നമ്മുടെ എക്സ്പ്രഷൻ ചേഞ്ച് ചെയ്യും. അതിൽ dV/dt മോഡുലസ് ഒമേഗ മാക്സ് എന്ന് പറയുന്നത് 5 × 10⁻6 ആണെന്നുള്ളത് നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട്. കാരണം എന്താണ്? 5 വോൾട്ട് ഡിവൈഡ് ബൈ മൈക്രോ സെക്കൻഡ്, അപ്പോൾ 10⁻6 സെക്കൻഡ്. ദെൻ ഒമേഗ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2πf ആണ്. 2πf എന്ന് പറയുമ്പോൾ എത്രയാണ്? 1 MHz ആണ്. അപ്പോൾ 1 × 10⁻6 നമുക്കവിടെ എഴുതാനായിട്ട് പറ്റും. കിട്ടിയല്ലോ. അപ്പോൾ V0 ഈസ് ഈക്വൽ ടു 5 10⁻6 മുകളിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ 10⁻6 വരും. ദെൻ താഴെ 2π × 10⁻6. അപ്പോൾ അത് വെട്ടിക്കളയാം. അപ്പോൾ 5 / 2π
വോൾട്ട്സ് എന്ന് പറയുന്ന ആൻസർ ഫോം ചെയ്ത് വരും. അപ്പം ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ലാർജസ്റ്റ് സൈൻ ഔട്ട്പുട്ട് വേവ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഓപ്ഷൻസിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഓപ്ഷൻ ഡി ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ ഡി 5/2π വോൾട്ട്സ് എന്നുള്ളതാണ് ഇവിടുത്തെ ആൻസറായിട്ട് മാറുന്നത്. പ്രോബ്ലം ചെയ്യാം. അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു ന്യൂമറിക്കൽ പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം.